ഈ പെണ്ണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. പക്ഷെ അത് അവളുടെ ജീവൻ രക്ഷിക്കുന്നു. അവൾ തന്റെ ബോയ്ഫ്രണ്ടിന്റെ ഷോൾഡറിൽ തല ചായ്ച്ചിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ ഫ്ലൈറ്റിനടിയിൽ ഒരു ഫൈറ്റർ ജെറ്റ് വന്നിരിക്കുന്നു. ആ ആക്സിഡന്റിൽ ഫ്ലൈറ്റിൽ വലിയൊരു ഹോൾ ഉണ്ടാവുന്നു. ശക്തമായ കാറ്റ് കുറച്ച് പാസഞ്ചേഴ്സിനെയും എയർ ഹോസ്റ്റസിനെയും പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഇവൾ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ അങ്ങുമിങ്ങും ഉരുണ്ടു പോകുന്നു. കാറ്റ് അവളെയും പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോൾ ബോയ്ഫ്രണ്ട് അവളെ ബലമായി പിടിച്ചു വെക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവന്റെ പിടിവിടാൻ തുടങ്ങുന്നു. ഉടനെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ പിടിക്കുന്നു. പെട്ടെന്ന് ആ ഭാഗം മാത്രം ഫ്ലൈറ്റിൽ നിന്ന് പൊട്ടിമാറുന്നു. അതേസമയം അവൾ പെട്ടെന്ന് തന്നെ സീറ്റിൽ കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നു. ആ ഭാഗം താഴേക്ക് പതിക്കാറായതും സ്പീഡ് കുറയുന്നു. കുറച്ചു സമയത്തിൽ തന്നെ താഴെ എത്തുകയും ചെയ്യുന്നു. ഭാഗ്യത്തിന് അവൾക്ക് അപകടമൊന്നും പറ്റുന്നില്ല. അവൾക്ക് ബോധം തെളിയുമ്പോൾ അവൾ ഒരു വലിയ കാടിനകത്താണ്. മാത്രമല്ല വലിയൊരു ഇരുമ്പ് കമ്പി അവളുടെ കാലിൽ കുത്തിയിറങ്ങിയിരിക്കുന്നു. അവൾ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കരമായി വേദനിക്കുന്നു. എന്നാലും അവൾ വേദന കടിച്ചമർത്തി അത് വലിച്ചെടുക്കുന്നു. എന്നിട്ട് തന്റെ ഡ്രസ്സ് വലിച്ചു കീറി മുറിവ് വെച്ച് കെട്ടുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് തന്റെ ബോയ്ഫ്രണ്ടിനെ വിളിക്കുന്നു. അതിനുശേഷം തന്റെ പുറകിലിരിക്കുന്ന പെൺകുട്ടിയെ അവൾ പോയി നോക്കുന്നു. പക്ഷെ മരിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഫേസ് കണ്ട് പേടിച്ച് അവൾക്ക് വീണ്ടും ബോധം മറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു കൊതുക് കടിച്ചപ്പോൾ അവൾക്ക് ബോധം വരുന്നു. അതേസമയം അതുവഴി ഒരു ഹെലികോപ്റ്റർ പോകുന്നു. ആ ശബ്ദം കേട്ടവൾ വേഗം തന്നെ ഒരു തുണിയെടുത്ത് ഹെലികോപ്റ്ററിന് നേരെ വീശി ശബ്ദമുണ്ടാക്കുന്നു. പക്ഷെ അതിലുണ്ടായിരുന്നവർ അവളെ കണ്ടില്ല. അതിനുശേഷം അവൾ തന്റെ ബോയ്ഫ്രണ്ടിനെ അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ ബ്ലഡിന്റെ സ്മെല്ല് കാരണം അവിടേക്ക് ഒരു കടുവ വരുന്നു. അതിനെ കണ്ടവൾ പുറകിലേക്ക് നടക്കുന്നു. പക്ഷെ അവൾ അറിയാതെ ഒരു കമ്പിൽ ചവിട്ടുന്നു. ആ ശബ്ദം കേട്ട് കടുവ അവളെ കാണുന്നു. അവൾ പേടിച്ചു നിൽക്കുന്ന ടൈമിൽ വീണ്ടും ആ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് കടുവ പേടിച്ചോടുന്നു. അതിനുശേഷം ഔഷധ കാരണം അവൾ ഒരു സ്ഥലത്തിരിക്കുന്നു. വേദന കാരണം അവൾ ഒന്ന് സ്മോക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവളുടെ കയ്യിലെ സിഗരറ്റ് കുതിർന്നിരിക്കുന്നു. അവൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അവർ ഫ്ലൈറ്റിൽ ഈസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ബോയ്ഫ്രണ്ടുമായി അവൾ മുന്നിലാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ദിക്കറിയുന്നതിനായി ഒരു സിൽവർ പിൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ ദിക്ക് മനസ്സിലാക്കിയവൾ ഒരു കവറിൽ വെള്ളം നിറച്ച് ഷൂവിന്റെ ഹീൽസ് ഇളക്കി മാറ്റി മുന്നോട്ട് നടക്കുന്നു. മുന്നോട്ട് പോകും തോറും അവൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. പലവട്ടം വീഴുകയും ചെയ്യുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് അവൾ വീണ്ടും ആ കടുവയെ കാണുന്നു. അവൾ പേടിച്ച് ഒളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കടുവ അവളെ കണ്ട് അവളെ ഓടിക്കുന്നു. അവൾ കാല് തെറ്റി ഒരു പാറയിടുക്കിൽ വീഴുന്നു. ബോധം വന്നവൾ നോക്കുമ്പോൾ ആ കടുവ അവിടെ തന്നെ ചുറ്റിത്തിരിയുന്നു. കുറെ നേരത്തിന് ശേഷം അത് പോയെന്ന് മനസ്സിലായതും അവൾ പുറത്തു വരുന്നു. എന്നിട്ട് ഫ്ലൈറ്റിന്റെ ബാക്കി ഭാഗം കണ്ടെത്തി അതിലുണ്ടായിരുന്ന ഫ്ലെയർ ഗൺ എടുത്ത് ആകാശത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. അവസാനം അപകടത്തിൽ എല്ലാവരും മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ രക്ഷാപ്രവർത്തകർ അവിടേക്ക് വന്ന് അവളെ രക്ഷിക്കുന്നു.